ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ മക്കൾക്കാണെങ്കിൽ ഇറച്ചിയോ മീനോ ഒന്നുമില്ലാതെ ചോറുണ്ണാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിഷാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ സോയാ ചങ്ക് ഫ്രൈ ആണ്. ചിക്കനൊക്കെ എണീറ്റ് മാറി നിൽക്കൂട്ടോ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് സോയാ ചങ്ക്സ് എടുത്തിട്ട് നല്ല ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ മാറ്റി നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് വലുതായിട്ടുള്ള സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് രണ്ടാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ അപ്പോൾ ഒരുപാട് വലുതായിട്ടുള്ളത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പം നമുക്ക് കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മളിതാ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. വേണ്ടത്ര ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മുളക് പൊടി ഇച്ചിരിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇവിടെ എരിവൊന്നും ആർക്കും അങ്ങനെ പറ്റില്ല. ഇച്ചിരി മുളക് പൊടി എരിവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ഇതും കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത്രയാണ് നമ്മൾ മസാലയായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് പിടിപ്പിക്കാവേ. നമ്മുടെ മക്കൾക്ക്, പ്രത്യേകിച്ച് എൻ്റെ മക്കൾക്കാണെങ്കിൽ ഇറച്ചിയില്ലാതെ അങ്ങോട്ട് ചോറ് ഇറങ്ങില്ല എന്നാണ് പറയണത് ചില സമയത്ത് കേട്ടോ. അപ്പോൾ ഏത് സമയം നമുക്കങ്ങനെ ചിക്കനൊക്കെ വാങ്ങിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ചിക്കനൊക്കെ എപ്പോഴും അങ്ങനെ മക്കൾക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് ചില സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇത് കേട്ടോ. പിന്നെ ഒരു കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം കൂടി അതിലേക്ക് അങ്ങ് പിടിക്കും. എന്നിട്ട് നമുക്കിനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണേ. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒരു പാൻ ഞാൻ കൊണ്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം എണ്ണയൊന്നും വേണ്ട. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സോയാ ചങ്ക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. ഫുള്ള് നമുക്ക് ഇടാം കേട്ടോ. നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫുള്ള് ഈ ഒരു എണ്ണയിൽ തന്നെ അങ്ങോട്ട് വറുത്തെടുക്കാവേ. അപ്പോൾ ഞാൻ മുഴുവൻ സോയാ ചങ്ക്സ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുകയാണ്. ലോ ഫ്ലെയിമിലാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. അധികം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടുപോയിട്ട് നമുക്കിതാ പകുതി വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. 2 സൈഡും മറിച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. അടിപൊളിയല്ലേ ശരിക്കും. ചിക്കൻ ഫ്രൈ വറുത്ത് വെച്ചേക്കുന്ന പോലെ തന്നെ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ ആദ്യമേ ഇത് ചിക്കനാന്ന് പറഞ്ഞെടുത്ത് കഴിക്കും. അവർക്കിങ്ങനെ മനസ്സിലാകത്തൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താണെങ്കിലും മക്കൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ സോയാ ചങ്ക് ഫ്രൈ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. വീഡിയോയ്ക്ക് ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.